ഏറെ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച പുനർജനി പദ്ധതി ആരോപണത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന് പൂർണ്ണ ക്ലീൻ ചീറ്റ് നൽകിയിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ്. സതീശനെതിരായ അന്വേഷണം പൂർണ്ണമായും അവസാനിപ്പിച്ചതായും ആരോപണങ്ങളിൽ യാതൊരു തെളിവുമില്ലെന്ന് ചൂണ്ടിക്കാട്ടി വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചതായും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രഖ്യാപിക്കുകയായിരുന്നു. യു.ഡി.എഫ് സർക്കാർ അധികാരത്തിൽ വന്ന് 3 മാസം തികയും മുൻപാണ് മുഖ്യമന്ത്രി തന്നെ ആരോപണ വിധേയനായ ഒരു കേസ് സർക്കാർ പിൻവലിക്കുന്നത്. പിന്നാലെ ഇതിന് മറുപടിയുമായി CPM രംഗത്തെത്തുകയും ചെയ്തതോടെ കേസ് വീണ്ടും ചൂടുപിടിക്കുകയാണ്. വി.ഡി. സതീശൻ ഫണ്ട് അഭ്യർത്ഥിച്ചതിന് തെളിവുണ്ടെന്ന് പറഞ്ഞ CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന സതീശൻ ഫണ്ട് അഭ്യർത്ഥിക്കുന്നതിന്റെ വീഡിയോയും പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഫണ്ട് ആവശ്യപ്പെട്ട് വിദേശയാത്ര നടത്തണമെങ്കിൽ പ്രത്യേക അനുമതി വേണം. പ്രളയകാലത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ധനശേഖരണത്തിനായി വിദേശയാത്രയ്ക്ക് അനുമതി തേടിയെങ്കിലും കേന്ദ്രം അനുവദിച്ചിരുന്നില്ല. അതിനാൽ തന്നെ അനുവാദം വാങ്ങാതെയാണ് അന്ന് വി.ഡി. സതീശൻ ഫണ്ട് പിരിച്ചതെന്നാണ് CPM ആരോപിക്കുന്നത്. വിദേശ ഫണ്ട് സ്വീകരിച്ച കേസായതിനാൽ കേന്ദ്ര ഏജൻസി കൂടി അന്വേഷിക്കേണ്ട കേസാണിതെന്നും ഗോവിന്ദൻ ആവശ്യപ്പെടുന്നുണ്ട്. വർഷങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ സതീശനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. എറണാകുളം ആസ്ഥാനമായുള്ള മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന ജീവകാരുണ്യ സ്ഥാപനം വഴിയാണ് പുനർജനി പദ്ധതിക്ക് ആവശ്യമായ പണം എത്തിയത്. എന്നാൽ ഈ തുക സ്വീകരിക്കുന്നതിലോ കൈകാര്യം ചെയ്യുന്നതിലോ വി.ഡി. സതീശന് നേരിട്ട് യാതൊരു പങ്കുമില്ലെന്ന് വിജിലൻസ് അന്വേഷണ സംഘം പറയുന്നു. അതിന് കാരണമായി കാണിക്കുന്നത് പണം വി.ഡി. സതീശന്റെ വ്യക്തിഗത അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ്. അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ ചുമത്താൻ തക്ക തെളിവുകൾ ഇല്ലാതിരുന്നിട്ടും കേസ് CBIക്ക് ശുപാർശ ചെയ്ത് വി.ഡി. സതീശനെ രാഷ്ട്രീയമായി വേട്ടയാടാനും പുകമറ സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ടായിരുന്നുവെന്ന് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നുണ്ട്. ഇനി എന്താണ് പുനർജനി കേസെന്ന് നോക്കാം. 2018 പ്രളയത്തിന് ശേഷം പറവൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പുനർജനി പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവും പറവൂർ മണ്ഡലം MLAയുമായ വി.ഡി. സതീശനെതിരെ ഉയർന്നു വന്ന അഴിമതി ആരോപണമാണ് പുനർജനി കേസ്. മഹാപ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട പറവൂർ മണ്ഡലത്തിലെ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനായി വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനും തയ്യൽ മെഷീനുകൾ ഉൾപ്പെടെയുള്ള ജീവനാംശ ഉപാധികൾ നൽകുന്നതിനുമായാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തത്. പദ്ധതിയുടെ ഭാഗമായിട്ട് വിദേശത്തു നിന്ന് അനുമതിയില്ലാതെ ഫണ്ട് സമാഹരിച്ചുവെന്നും ഫണ്ട് വിനിയോഗത്തിൽ ക്രമക്കേട് നടത്തിയെന്നുമാണ് പ്രധാനപ്പെട്ട ആരോപണം. പ്രളയത്തിൽ വീടും നാശനഷ്ടങ്ങളും സംഭവിച്ചവരുടെ പുനരധിവാസം എന്ന പേരിലാണ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതി പ്രാവർത്തികമാക്കുന്നതിന്റെ ഭാഗമായിട്ട് വി.ഡി. സതീശൻ അനുമതിയില്ലാതെ വിദേശ രാജ്യങ്ങളിൽ പോയി പണം പിരിച്ചുവെന്നും ഇത് ചട്ടവിരുദ്ധമാണെന്നും ആരോപണം ഉയർന്നു. 2020 പുനർജനി തട്ടിപ്പ് കേസ് നിയമസഭയിൽ ഉയർന്നു വന്നത്. ജെയിംസ് മാത്യു MLA നിയമസഭയിൽ ഇക്കാര്യം ഉന്നയിക്കുകയും പറവൂർ MLA ആയ വി.ഡി. സതീശനത് നിഷേധിക്കുകയും ചെയ്തു. പുനർജനി പദ്ധതി സുതാര്യമായാണ് നടപ്പിലാക്കിയതെന്നും അതിന്റെ പേരിൽ 1 രൂപ പോലും വിദേശത്ത് നിന്ന് പിരിച്ചിട്ടില്ലെന്നും വി.ഡി. സതീശൻ നിയമസഭയിൽ പറഞ്ഞു. എന്നാൽ പുനർജനിയുടെ പേരിൽ UK സംഘടിപ്പിച്ച പരിപാടിയിൽ വെച്ച് സഹായധനം അഭ്യർത്ഥിക്കുന്ന വി.ഡി. സതീശന്റെ വീഡിയോ തെളിവായി നൽകിക്കൊണ്ട് കാതിക്കുടം ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റായ ജെയ്സൺ പാനിക്കുളങ്ങര വിജിലൻസിൽ പരാതി നൽകി. പുനർജനി പദ്ധതിയിലെ തട്ടിപ്പ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് പരാതി നൽകിയതായി അന്ന് വാർത്തകൾ വന്നിരുന്നു. പരാതി ലഭിച്ചതോടെ വിജിലൻസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നതായി വിജിലൻസ് അന്ന് കണ്ടെത്തി. MLA എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും സ്വകാര്യ യാത്രയ്ക്ക് അനുമതി ലഭിച്ച ശേഷം വിദേശത്ത് പോയി ഫണ്ട് ശേഖരിക്കുന്നത് ചട്ടവിരുദ്ധമാണെന്നും വിജിലൻസ് കണ്ടെത്തി. തുടർന്ന് പുനർജനി കേസ് CBI അന്വേഷിക്കണമെന്ന് വിജിലൻസ് ശുപാർശ ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ വിദേശ ഫണ്ട് സ്വീകരിച്ചത് 2010 FCRA നിയമത്തിലെ സെക്ഷൻ 32A പ്രകാരം CBI അന്വേഷിക്കണമെന്നതായിരുന്നു ശുപാർശ. വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനങ്ങൾ അന്വേഷിക്കാൻ സംസ്ഥാന വിജിലൻസിനേക്കാൾ അധികാരമുള്ളത് CBIക്കാണ്. വിദേശ രാജ്യങ്ങളിൽ പോയി തെളിവുകൾ ശേഖരിക്കേണ്ടി വരുമെന്നതും വിജിലൻസ് അന്വേഷണത്തിന് തടസ്സങ്ങളായി. പുനർജനി ട്രസ്റ്റ് രൂപീകരിച്ച സ്പോൺസർഷിപ്പിലൂടെയാണ് പദ്ധതി നടപ്പാക്കുന്നതിനായുള്ള പണം കണ്ടെത്തിയതെന്നാണ് ട്രസ്റ്റ് ഭാരവാഹികളും വി.ഡി. സതീശനും വിശദീകരിക്കുന്നത്.
പ്രളയത്തിൽ വാസസ്ഥലം നഷ്ടമായവർക്ക് വീട്, ഉപജീവനമാർഗം ഇല്ലാതായവർക്ക് 5000 രൂപ മുതൽ 50,000 രൂപ വരെ ധനസഹായം, കാലിത്തീറ്റ വിതരണം, തയ്യൽ മെഷീൻ എന്നിവ നൽകിയെന്നാണ് അവകാശവാദം. പദ്ധതിയുടെ ഭാഗമായി പറവൂർ മണ്ഡലത്തിൽ 217 വീടുകൾ നിർമ്മിച്ചു നൽകിയെന്നും അവകാശപ്പെടുന്നു. 1857 വ്യാപാരികൾക്ക് ധനസഹായം നൽകിയെന്നും 90ഓളം തയ്യൽ മെഷീനുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് ധനസഹായം നൽകാനുമാണ് വിദേശത്ത് പോയി ഫണ്ട് ശേഖരണം നടത്തിയതെന്നും പുനർജനി ട്രസ്റ്റ് ഭാരവാഹിയും പറവൂർ നഗരസഭാ ചെയർമാനുമായ രമേശ് ടി കുറുപ്പ് പറയുന്നു. എന്നാൽ ഈ സംഭവത്തെക്കുറിച്ച് VD സതീശൻ പറഞ്ഞത് ഇങ്ങനെയാണ്: 2000 വീടുകളാണ് മണ്ഡലത്തിൽ പൂർണ്ണമായും തകർന്നത്. 3500 വീടുകൾ ഭാഗികമായും തകർന്നു. സ്കൂളുകൾ, പുസ്തകങ്ങൾ, 1.5 കോടി രൂപയുടെ മരുന്ന് തുടങ്ങിയവയെല്ലാം പുനർജനി വഴി വിതരണം ചെയ്തിരുന്നു. സർക്കാരിന്റെ ലിസ്റ്റിൽ പെടാത്ത എല്ലാവർക്കും വീട് വെച്ച് നൽകി. 742 കോടി രൂപ ബാങ്കിൽ കിടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനാൽ തന്നെയാണ് കേസ് അവസാനിക്കുമ്പോൾ ചില ചോദ്യങ്ങൾ ബാക്കിയാകുന്നത്. ഇത്രയും കോടി ബാക്കിയായിട്ടും എത്ര വീട് നിർമ്മിച്ചു നൽകി? ആരെല്ലാമാണ് ഗുണഭോക്താക്കൾ? ആർക്കൊക്കെയാണ് ധനസഹായം നൽകിയത്? തുടങ്ങിയ വിവരങ്ങൾ പുറത്തുവിടാത്തത് എന്താണെന്ന് പ്രതിപക്ഷ ചോദ്യത്തിന് ഉത്തരമാകുന്നില്ല. മുഖ്യമന്ത്രി VD സതീശൻ കുറ്റക്കാരനല്ലെന്ന് പറയുന്ന UDF കേസ് CBI അന്വേഷിക്കണമെന്ന വിജിലൻസ് ശുപാർശ പരിഗണിക്കാത്തത് എന്തുകൊണ്ടാണെന്നത് മറ്റൊരു ചോദ്യം. അധികാരത്തിലെത്തി 3-ാം മാസത്തിൽ തന്നെ ധൃതിപ്പെട്ട് പുനർജനി കേസ് പിൻവലിക്കുന്നത് എന്തിനാണെന്ന് എന്നതിന് പിന്നിലെ ഗൂഢലക്ഷ്യവും CPM ചോദ്യം ചെയ്യുന്നു.